കണ്ണൂർ കോർപ്പറേഷൻ യോഗത്തിൽ ബഹളം. യോഗത്തിന്റെ അജണ്ട മാറ്റിയെന്ന പ്രതിപക്ഷവും ഭരണപക്ഷത്തെ പി.കെ. രാഗേഷും. അജണ്ടയിൽ പറഞ്ഞ ചെലോറ മാലിന്യ നീക്കം ആദ്യം പരിഗണിക്കാത്തതിനെ തുടർന്നാണ് തർക്കമുണ്ടായത്. തർക്കത്തിന് പിന്നാലെ ചർച്ച പുനരാരംഭിച്ചു. ഇവരുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഏത് സാഹചര്യത്തിലാണ് തർക്കം ഉടലെടുത്തത്? ഒപ്പം ഇപ്പോഴും നടപടികൾ പുരോഗമിക്കുകയാണോ? കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോൾ ചർച്ച തുടരുകയാണ്. ഈ ചർച്ചയുടെ അജണ്ടയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിരുന്നത് ഈ കണ്ണൂർ കോർപ്പറേഷന്റെ ചേലോറ ഡ്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥ ലംഘിച്ച കമ്പനിക്ക് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് പരാതി നൽകുക എന്നൊരു ആദ്യത്തിലുണ്ടായിരുന്നു. രണ്ടാമതായി ലിസ്റ്റ് ചെയ്തിരുന്നത് ഇതേ കമ്പനിക്ക് തന്നെ വീണ്ടും കരാർ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ മറ്റ് വിഷയങ്ങളിലേക്ക് തിരിഞ്ഞതോടുകൂടിയാണ് പ്രതിപക്ഷവും ഭരണപക്ഷത്തെ കൗൺസിലറുമായ പി.കെ. രാഗേഷും ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ ബഹളം ഇതേ തുടർന്ന് ഉടലെടുക്കുകയും ചെയ്തു. യോഗത്തിൽ അജണ്ട മാറ്റിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിപക്ഷവും ഭരണപക്ഷത്തെ വാർഡ് കൗൺസിലറും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അജണ്ടയിൽ പറഞ്ഞ ഈ ചേലോറ മാലിന്യ നീക്കം ആദ്യം പരിഗണിക്കാത്തതാണ് വലിയ വിഷയങ്ങൾക്ക് വഴിവെച്ചത്. ഈ ചേലോറയിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഈ കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വന്നത്. തുടർന്ന് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും മേയറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന ധാരണപ്പുറത്താണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് പിന്നീട് ചർച്ചയിലേക്ക് തിരിഞ്ഞത്. കെ.പി. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.